ശൈലജ പറയട്ടെ, എന്തുകൊണ്ട് 5 വർഷം ഈ അമ്മയുടെ പരാതി ഫ്രീസറിലിരുന്നു? ഇപ്പം നടപടി വല്ലതും എടുത്തിട്ടുണ്ടോ? എന്താണ് അതിലുള്ള അവരുടെ രാഷ്ട്രീയ നിലപാട്? എന്താണ്? കോടതി പറഞ്ഞതിന് ശേഷമുള്ള നടപടി എവിടെയാണ്? അതോ കോടതി വിധിയെ ഇവർ അംഗീകരിക്കുന്നില്ലേ? ഈ കോടതി വിധിയിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ്, ഈ കുഞ്ഞനന്ദൻ്റെ കാര്യമൊക്കെ തെറ്റാണ്, ഈ കൗൺസിലേഴ്സ് ശരിയായ സമീപനം സ്വീകരിച്ചു പോയവരാണ്, അവർക്കൊരു പിഴവും പറ്റിയിട്ടില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. മറിച്ചാണ് അഭിപ്രായമെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ നടപടി എടുക്കണ്ടേ? 10 വയസ്സുള്ള കുഞ്ഞിനെ എന്ന് വെച്ചാൽ ഏറ്റവും ഒരു പ്രിവിലേജ് ഇല്ലാത്ത ഒരു കുഞ്ഞിനെ അവരുടെ കേസ് അട്ടിമറിക്കാൻ അവരെ സമ്മർദ്ദത്തിലാക്കിയതിൻ്റെ ഉദാഹരണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട്. പോലീസ് ചെയ്തത് വേറെ, അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി 1-2 എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടപടി എവിടെ? അപ്പോൾ ആ നടപടി എടുക്കുന്നതിൻ്റെ ഉത്തരവാദി ആരായിരുന്നു? നമുക്ക് സംസാരിക്കാനുള്ള ആരോടാണ്? സർക്കാരിൻ്റെ ഓഫീസർമാരോടല്ല സംസാരിക്കാനുള്ളത്. ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൽ നിങ്ങൾ പ്രോപ്പറായി ഇടപെടുന്നില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള എസ് ഐയോടോ DGPയോടോ അല്ലെങ്കിൽ കൗൺസിലർമാരോടോ അല്ല, നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോടാണ്. നിങ്ങളാണ് ഇത് നടപ്പിലാക്കാൻ വാഗ്ദത്തം ചെയ്യപ്പെട്ട മനുഷ്യർ, നിങ്ങൾ നിങ്ങളുടെ ആക്ഷനുകൾ എടുത്തു. ഇനി പോട്ടെ, ശൈലജ ടീച്ചർ എന്ന് പറയട്ടെ, എല്ലാ ബഹുമാനം നടത്തിക്കൊണ്ട് പറയാം. ശൈലജ ടീച്ചർ പറയട്ടെ, എന്തുകൊണ്ട് 5 വർഷം ഈ അമ്മയുടെ പരാതി ഫ്രീസറിലിരുന്നു? ഇപ്പം നടപടി വല്ലതും എടുത്തിട്ടുണ്ടോ? എന്താണ് അതിലുള്ള അവരുടെ രാഷ്ട്രീയ നിലപാട്? എന്താണ്? അത് വിശദീകരിക്കാതെ എനിക്കെതിരെ മാധ്യമ സ്ഥാപനങ്ങൾ കള്ളക്കഥ മെനയുന്നു, വിധിയില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. വിധിയിലില്ലാത്ത കാര്യം ആര് പറഞ്ഞു? വിധിയിലുള്ളതാണ് മന്ത്രി ആക്ഷൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിനെ മൊത്തം കവറപ്പ് ചെയ്ത് മറച്ച് വെച്ചിട്ട് ചാപ്പയടിക്കുകയാണ് എന്ന് പറയുന്ന എന്താ പറയുന്നത്, മീമുകൾ ഉണ്ടാക്കുകയാണ്. ഒന്ന് സംഘപരിവാറിൻ്റെ പ്രൊഫൈലിൽ നിന്നും അതിൻ്റെ കൂടെ വരുന്നു, ഇപ്പോഴത്തെ CPIM സൈബർ സ്പേസിൽ നിന്ന് വരുന്നു, അവരുടെ പേജുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നൊക്കെ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചാപ്പയടിക്കുന്നതിനുള്ള ഭയപ്പാടുമുണ്ടല്ലോ, ചാപ്പയടി അവരുടെ ഒരു പ്രോസസ്സ് നിലയ്ക്ക് പുരോഗമിക്കട്ടെ. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ലോജിക്കൽ തിങ്സ് ആൻഡ് ട്രൂത്ത് പറയാൻ അവർ സന്നദ്ധരാകണം. എന്താണ് ഈ കോടതി വിധിയിലുള്ളത്? അത് വിശദീകരിക്കാൻ സർക്കാരിനും KK ശൈലജയ്ക്കുള്ള ബാധ്യതയിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ കേസിനകത്ത് ഇപ്പോഴും പൂർണ്ണ നീതി നടപ്പിലായിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള തർക്കം ഇവിടെ നിലനിൽക്കുന്നു. കാരണം ദിനുവിന് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുള്ളത് വസ്തുതാപരമാണോ? നടപടി എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ പുറത്തിറക്കണമല്ലോ. ഇവിടെ SIയെ സസ്പെൻഡ് ചെയ്താലും ASIയെ സസ്പെൻഡ് ചെയ്താലും ഡോക്ടറെ സസ്പെൻഡ് ചെയ്താലും എല്ലാം ആ സസ്പെൻഷൻ ആരുടെ പേരിലാണ്, എന്തിൻ്റെ പേരിലാണെന്നുള്ള സംഗതി പുറത്തിറങ്ങുമല്ലോ. ഇതെന്താണ് ഒരു മടി? എന്താണ്